ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ കപ്പ പുഴുങ്ങിയതും മത്തിക്കറിയാണ്. മത്തിക്കറി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊക്കെ പോയി കാണണം. അപ്പോൾ കൊള്ളിത നല്ല ഫ്രഷ് കൊള്ളിയാണ്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ കൊള്ളി അരിഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ വലിയ കഷ്ണങ്ങളായിട്ടും അരിയും, ഇതിൽ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തിക്കുന്നത്. അപ്പോൾ നന്നായി ക്ലീനാക്കി അതിൻ്റെ മണ്ണും ചെളിയൊക്കെ പോയിട്ട് നല്ല ക്ലീനാക്കി എടുക്കണം. എടുത്ത ശേഷം നമ്മളത് ആ കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടി കുക്കറിലേക്ക് ഇടുകയാണ്. അതിനുശേഷം നമുക്ക് അതിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കൊള്ളി ഫുള്ളായി മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു, പിന്നെയാണ് അത് ഫുള്ളായിട്ട് മുങ്ങിയിട്ടില്ല എന്നിട്ട് കുറച്ചും കൂടി ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത്, പൊടിയുപ്പല്ല, കല്ലുപ്പും മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചിലർക്ക് മഞ്ഞൾപ്പൊടി ഇടില്ല, വെള്ളക്കുള്ളിയായിട്ട് തന്നെ കഴിക്കാനും ചിലർക്ക് ഇഷ്ടം. ഇതിൽ മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായി അത് ഇനി വെന്ത് വരണം. നമുക്ക് മൂടിയിട്ട് ഗ്യാസിൻ്റെ മുകളിൽ വെക്കാം. വിസിൽ വന്ന ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പിടിച്ച് നല്ലത് ആവി പറക്കുന്ന കൊള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് നമ്മൾ കൊള്ളി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച മത്തിക്കറി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒന്നും കൂടി പറയണം, കാണാത്തവർ പോയി കാണണം. മത്തിക്കറി, ഒരു കഷ്ണം മത്തിയും കുറച്ച് ചാറും, കുറച്ചധികം ചാറ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി കൊള്ളിയൊക്കെ നല്ല പോലെ അതിലേക്ക് യോജിപ്പിച്ച് കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ മത്തിക്കറി, മത്തി, ആവി പറക്കുന്ന കട്ടൻ ചായയാണല്ലേ കൊള്ളിയുടെ കൂടെ രസം. അപ്പോൾ കട്ടൻ ചായയും നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ കൊള്ളിയും മത്തിക്കറിയും കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ബായ്.